നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം അനക്സ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനെ ഒഴിവാക്കിയ നടപടി വിവാദമാകുന്നു. ചടങ്ങിൽ നിന്ന് തിരുവനന്തപുരം മേയറെയും ഒഴിവാക്കി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ UDF മന്ത്രിമാർ മാത്രമാണുള്ളത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം അനക്സ് മന്ദിര ശിലാസ്ഥാപനത്തിനായി 2011 ഫെബ്രുവരിയിൽ അന്നത്തെ LDF സർക്കാർ ഇറക്കിയ ഈ ക്ഷണപത്രം കാണുക. 2011 ഫെബ്രുവരി 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അനക്സ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ. ചടങ്ങിൽ അന്നത്തെ സംസ്ഥാന മന്ത്രിമാർക്കൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ പേരും 7ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 2011 തിരുവനന്തപുരം മേയർ K. ചന്ദ്രിക, സെക്രട്ടേറിയറ്റ് വാർഡ് കൗൺസിലർ P. ഹരികുമാർ എന്നിവരെയും ചടങ്ങിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ നാളെ നടക്കുന്ന മന്ദിര ഉദ്ഘാടന ചടങ്ങിന്റെ ക്ഷണപത്രത്തിൽ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പുറമെ മന്ത്രിമാരായ V.K. ഇബ്രാഹിം കുഞ്ഞ്, V.S. ശിവകുമാർ എന്നിവർ മാത്രമാണുള്ളത്. പുതിയ സെക്രട്ടേറിയറ്റ് അനക്സ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെയും തിരുവനന്തപുരം മേയർ പ്രശാന്തിനെയും ഒഴിവാക്കിയ നടപടി പ്രോട്ടോകോൾ ലംഘനമാണെന്നും ആരോപണമുയർന്നു. നാളെ ഉദ്ഘാടനം ചെയ്യുന്ന 7 നിലകളുള്ള സെക്രട്ടേറിയറ്റ് അനക്സ് മന്ദിരത്തിന് ഇതുവരെയും അഗ്നിശമന സേനയുടെ NOC ലഭിക്കാത്ത സംഭവം വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി മറ്റൊരു വിവാദത്തിനു കൂടി സർക്കാർ തിരികൊളുത്തിയിരിക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.